നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ധാരാളം കൂട്ടുകാർ എന്നോട് ചോദിച്ചൊരു സംശയമാണ്. അതായത് അവരുടെ വീട്ടിലും ഓഫീസിലും ഓരോ കമ്പ്യൂട്ടറുണ്ട്. വീട്ടിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഓണായിരിക്കുന്ന സമയത്ത് ടീം വ്യൂവർ ഉപയോഗിച്ച് ഐഡിയും പാസ്വേഡും എപ്പോഴും വിളിച്ച് ചോദിക്കാതെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നാണ് അവർ ചോദിച്ചത്. സാധാരണ നമ്മൾ ടീം വ്യൂവർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പ്യൂട്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓൺലൈനായിട്ട് നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ ഇവിടെ നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്നുകൊണ്ട്. അപ്പോൾ അങ്ങനൊരു ആപ്ലിക്കേഷനാണ് ടീം വ്യൂവർ. പക്ഷേ അതിന് എപ്പോഴും ഇതുപോലെ നമ്മൾ ഒരു യുവർ ഈ ഐ ഡി നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കണം, നമ്മുടെ പാസ്വേഡും കൊടുക്കണം. ഇങ്ങനെ രണ്ടും കൊടുത്താൽ മാത്രമേ അവനത് നമ്മുടെ സിസ്റ്റം അവിടെ നിന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എപ്പോഴും അതായത് പാസ്വേഡും ഐ ഡിയൊന്നും ചോദിക്കാതെ തന്നെ ഏത് സമയവും നമുക്ക് ദൂരീക്കണ നമ്മുടെ കൂട്ടുകാരൻ്റെ സിസ്റ്റം മറ്റൊരു സ്ഥലത്തിരുന്ന് ആക്സസ് ചെയ്യാം. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ടീം വ്യൂവറിൽ ടീം വ്യൂവർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന കോളത്തിൽ നിങ്ങൾ ഒരു ഐ ഡി ഉണ്ടാക്കി സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കണക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നേരെ സെറ്റപ്പ് അൺഅറ്റൻഡഡ് ആക്സസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നമ്മൾ ടീം വ്യൂവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ പേര് അവിടെ കാണിക്കും. ഇത് കൂടാണ്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക. അത് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ഓക്കെ ആയി. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ കമ്പ്യൂട്ടറും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ശ്രദ്ധിച്ചാൽ നോക്കാം, എൻ്റെ കയ്യിൽ ഓഫ്ലൈനായിട്ട് എൻ്റെ വീട്ടിലുള്ള മറ്റുള്ള കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കമ്പ്യൂട്ടറുകൾ ഇതൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആഡ് റിമോട്ട് കമ്പ്യൂട്ടർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടീം വ്യൂവർ ഐ ഡി, ഈ ഐ ഡിയും നിങ്ങൾ കൊടുത്ത പാസ്വേഡും ഇവിടെ സെറ്റ് ചെയ്യുക. ഒരു പേര് നിങ്ങളുടെ ആ സിസ്റ്റത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു പേരും കൊടുക്കുക. ഇത്രയും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയിരുന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ടീം വ്യൂവറിൻ്റെ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഇവിടെ കാണിക്കും. ഓൺലൈനാണെങ്കിൽ ഇവിടെ ചെറിയൊരു പച്ച സിമ്പിൾ കാണിക്കും. അത് മുകളിൽ ഓൺലൈൻ എന്നുള്ള സെക്ഷനിലേക്ക് വരും. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പാസ്വേഡൊന്നും ചോദിക്കാണ്ട് തന്നെ മറ്റേ സിസ്റ്റം ഓൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ മൊബൈലിലും ടീം വ്യൂവർ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മൊബൈലിൽ ഉപയോഗിച്ചിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ആക്കി അതിൽ നിന്നും ഫയലുകളൊക്കെ എടുക്കാനും പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനും പറ്റും.